ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പക്ഷേ ഗുഡ് മോർണിംഗിൽ നിർത്തിയ പോലെ ഗുഡ് ആഫ്റ്റർനൂൺ പറയണം. ഇപ്പോൾ ഇവിടെ സമയം 1:34. ഞാൻ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. ഞാനാണ് ഒരു 10-11 മണിയായപ്പോൾ നീച്ചിന്. പക്ഷേ സമയം ഒരു 9:55 കണ്ട്. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങി. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ട് രാവിലെ കഴിച്ചിട്ട്. പിന്നെ അങ്ങനെ കുറച്ച് കിടക്കാമെന്ന് കരുതിയിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങി. ഇപ്പോൾ ഞാൻ അതിനെ റിഗ്രറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉറങ്ങാൻ പാടില്ല. 11, 12, 13 3 മണിക്കൂർ പോയില്ലേ. 3 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല. എന്തൊക്കെ ചെയ്യാനു, എത്ര വീഡിയോസ് എഡിറ്റ് ചെയ്യാനു, ചായ കുടിച്ചതിനു. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിച്ചാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചായ കുടിക്കണോ അതോ വേറെ എന്തെങ്കിലും കഴിക്കണമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ചിന്തയിലിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എണീറ്റിട്ട് ഞാൻ നീച്ചുകൊണ്ട് പല്ല് കഴിച്ചിട്ടാവും. പല്ല് കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ വന്നുകൊണ്ട് പിന്നെ ഫോണുമ്പോൾ കളിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുക. ആദ്യം പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് കൊണ്ടുവരാം. കാരണം എനിക്ക് ബിരിയാണി കഴിക്കണം എന്നാണ് ഇപ്പോൾ ആഗ്രഹം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ബിരിയാണി കഴിക്കില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ബിരിയാണി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കാം. അല്ലെങ്കിൽ പോയിട്ട് ചായ കുടിക്കുമ്പോൾ ഒരു ചായ ഫസ്റ്റ് രാവിലെ എണീച്ചിട്ട് ചായ ഞാൻ കുടിക്കും. അതിന് ഉച്ചയാണെങ്കിലും വൈകുന്നേരം എണീറ്റാലും എപ്പോൾ എണീറ്റാലും ആദ്യം എനിക്കൊരു ചായ കുടിക്കണം. എന്നിട്ടുള്ളൂ ബാക്കി എന്ത് പരിപാടിയും. സോ നമ്മളിപ്പോൾ എണീക്കുന്നു, ചായ കുടിക്കുന്നു, ബിരിയാണി മേടിക്കുന്നു, വരുന്നു, അടിക്കുന്നു. ഓക്കെ. നല്ല ജലദോഷം എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ജലദോഷം പിടിച്ച മട്ടണം. ലിഫ്റ്റ് എത്തി ഇല്ലേ? ലിഫ്റ്റ് മേലെ കേട്ടോ. ആരില്ലേ? ആരില്ല. അപ്പോൾ പോയിട്ട് ഫുഡ് മേടിക്കാം. ലിഫ്റ്റിൽ ആരോ വരുന്നുണ്ട്. മുകളിലോട്ടാണല്ലോ. Hey Talevar, Hi. how are you? Good. How are you? I am very fine. Off today? Yes. This is our Shah Rukh Khan from my room. I love you. I love you. Look. ഏതാ സാധനം? അല്ലോ, പാവം ചേട്ടനാ നമ്മുടെ ഫ്ലാറ്റിലുള്ള. മൂപ്പർക്കും ശനിയാഴ്ച സാധാരണ ലീവ്. മൂപ്പര് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തിയത്. മൂപ്പര് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പരിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മൂപ്പരെനിക്ക് വീഡിയോസ് ഞാൻ ഏതൊരു വീഡിയോക്ക് ഞാൻ ആഡ് ചെയ്ത് അതിന് ശേഷം മൂപ്പരിനോട് പറയും പിന്നെ എല്ലാ വീഡിയോസിലും ആഡ് ചെയ്യണം കേട്ടോ, അങ്ങനെ എന്നൊക്കെ പറയും. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും ശനിയാഴ്ച എനിക്ക് ഓഫാണ്, എനിക്ക് പിന്നെ ഷൂട്ട് ചെയ്ത് തരാൻ വേറെ ആർക്കാരും ഉണ്ടാവില്ല. സഫാനും അബ്ദൊക്കെ ഡ്യൂട്ടിയിലായിരിക്കും ചെയ്യും. സോ വെയിറ്റ് എടുക്കാൻ മൂപ്പരെ കൊണ്ടുപോകണമെങ്കിൽ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മളിതാ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലാസ്റ്റ് അവിടെ എത്തണം. അവിടെ എത്തിയാലാണ് നമ്മളെ ഫുഡിൻ്റെ ഷോപ്പുള്ളത്. അവിടെ നിന്ന് ബിരിയാണി മേടിക്കുക, കഴിക്കുക. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പരിപാടി. നമ്മളിനി നേരെ അപ്പുറത്തേക്ക് ലാസ്റ്റിലേക്ക് പോകണം കേട്ടോ. എന്നിട്ടാണ് നമ്മളെ ഷോപ്പുള്ളത്. ഞാനിത് അപ്പുറത്തെ കടയിൽ നിന്ന് ബിരിയാണി മേടിച്ച് ബിരിയാണിമ്മക്ക് ചായ ചിന്തിപ്പോയി നടന്നിങ്ങനെ പോകട്ടെ. അപ്പോൾ ഇവിടെ ഇന്ന് സൈക്കിൾ മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ പറയുക, ഇന്ന് ലീവല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ മൊത്തം പിന്നെ സൈക്കിൾ മേടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ സംസാരത്തിൽ എൻ്റെ പ്രസൻറ്റേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, എനിക്കറിയാം. എല്ലാവരും ക്ഷമിക്കുക. കാരണം ഞാനിങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇന്നലെ രാത്രി പടത്തിന് പോകുമ്പോൾ മുതലാണ് ഞാനിങ്ങനെ ചിന്തിച്ചത് കണ്ടിന്യൂസ് ചെയ്ത് നോക്കാം, നമ്മളെ ലൈഫ് സ്റ്റൈൽ മൊത്തം ഒന്നിങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഫുട്ബോൾ കളിക്കാനൊക്കെ പോക്കുണ്ടായിരുന്നു. ടർഫ് നാട്ടിൽ പറഞ്ഞ ടർഫ്. ഇപ്പോൾ അല്ലട്ടോ, കുറച്ച് മുന്നേ ഒരു കൊല്ലം മുന്നൊക്കെ. പിന്നെ ആരുമില്ല.
എല്ലാവരും തന്ത വൈബായി ബ്ലഡി ഫുൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വേറെ എന്താ പറയുക, അപ്പോൾ എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് സെറ്റപ്പായിട്ട് വലിയ സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് ബിരിയാണി ചായ കുടിച്ച് കഴിഞ്ഞു. ക്ലാസ് കഴിക്കുന്നത് റൂമിലേക്ക് പോകുന്നു. Yes, I'm entering to the room. Entering to the flat. ഇനി കിച്ചണിലേക്ക് പോയിട്ട് ഫുള്ളി ഇരുടാ. ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് വരട്ടെ. കോപ്പി ആദ്യം വെള്ളം നിറക്കാം. ഞാൻ സ്വന്തമായിട്ട് അയ്യോ ഓവറായി പോയി. അയ്യോ തേളി. ഓ ഗോഡ്, പമ്പ് ചെയ്തത് ഓവറായി പോയി. ഇടയ്ക്ക് വരാറുണ്ട് ഇല്ലയെന്നാ. ഓക്കെ, പുതിയ കാര്യങ്ങൾ ഉൾപ്പെടില്ല. ഇവിടെ ആരും കുളിക്കുന്നുണ്ടോ? നമ്മൾ വീണ്ടും കിച്ചണിലെത്തി. എൻ്റെ സാമഗ്രികൾ വെച്ച സ്ഥലത്ത് ഞാൻ എൻ്റെ കഴിക്കുന്ന പ്ലേറ്റും വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്നേ, ഒരു മാസം മുന്നേ കുക്കിംഗ് ഉണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ കുറച്ച് സാമഗ്രികൾ എക്സ്ട്രാ ഉണ്ട്. പ്ലേറ്റ് കഴുകി. ഇനി ഇവിടെ ടേബിളൊന്നും നോക്കണ്ട, എല്ലാം കച്ചറായിരിക്കും. ലൈറ്റ് ഇട്ടേക്കാം. കിച്ചണ് മര്യാദക്ക് ഞാൻ കാണിക്കാത്തതാണ്, കാരണം ഫുള്ള് കച്ചറാണ് ഗൈസ്. അതുകൊണ്ടാണ് ക്ലീനിങ്ങിന് ആൾ വന്നിട്ടില്ല. നമുക്കൊക്കെ ഇവിടെ ക്ലീനിങ്ങിന് ആൾ വരും, അഹങ്കാരം കൊണ്ടാ. സോ നമുക്കിനി കഴിക്കാം. ഓക്കെ, ഫോൺ ഇവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും കണ്ടിട്ട് കഴിക്കണം എന്നാണ് സാധാരണ ഞാൻ ചെയ്യൽ. വ്ളോഗോ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻ്റ് ഇടുന്ന എന്തെങ്കിലും. അച്ചാർ, ഈ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചെറിയ മാങ്ങ പീസുള്ള അച്ചാർ. ഇത് എന്താണ്? ചമ്മന്തി മിക്സ് ചെയ്ത തൈര്. ഓ, മണക്കാൻ പാടില്ല. എന്നോടെപ്പോഴും പണ്ട് ഉമ്മക്ക് പറയും, എന്ത് ഫുഡിൻ്റെ എന്താണെങ്കിലും മണക്കരുത് എന്ന് പറയും. സോ ഇതാണ് നമ്മളെ ബിരിയാണി. ഏത് ബിരിയാണി എന്ന് പറയും? പൊരിച്ച ബിരിയാണി പീസുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഐ മീൻ 65 പീസ്. അപ്പോൾ അതോ കൈ കഴിക്കാൻ മറന്നു. ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മറന്നുപോയത് കേട്ടോ. പണ്ട് നമ്മളിങ്ങനെ മറ്റേ കുണ്ടൻ പാത്രത്തിലാക്കൂലേ? കുണ്ടൻ പാത്രം എന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കുണ്ടൻ പാത്രം എന്ന് പറയും. ചെറിയ പാത്രത്തിൽ ഒക്കെ ഓർമ്മയുണ്ട്. ഞാനൊക്കെ പരി തല്ലുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആക്കി തരണം, പ്ലേറ്റിൽ അങ്ങനെ ആക്കി തരണം. അത് വലിയ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഒരു ചെറിയ പിഞ്ഞാണത്തേക്ക് ചോറിട്ടിട്ട് ഇങ്ങനെ കമത്തിയിട്ട് ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് വെക്കും. എന്നിട്ട് അതിന് കഴിക്കും. എനിക്കൊണ്ട് പണ്ട് കല്യാണപ്പേരിൽ അങ്ങനെ തന്നെയാണ് എന്തോ സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ 19s ആണെങ്കിൽ 18s ആണെങ്കിൽ എല്ലാവരും അങ്ങനെ ചോറ് കഴിക്കാൻ തല്ലോടിയിട്ടുണ്ടാവും. സോ കൈ കഴുകി ഇനി ചോറ് കഴിക്കാൻ പോകണം. ചോറ് ആദ്യം ചിക്കൻ പീസസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ചിക്കൻ പീസസ് ഒക്കെ ഉണ്ട്. ഈ ചിക്കൻ ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതല്ല കേട്ടോ ഇവിടുന്ന്, ഈ കടയിൽ നിന്ന് തന്നെ ഞാൻ ഇടയ്ക്ക് മേടിച്ച് കഴിക്കാറുണ്ട്. ഇടയ്ക്ക് മേടിച്ച് കഴിച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇതെൻ്റെ രണ്ടാമത്തതാണ്.
സോ ഒരു സ്ഥലത്തു നിന്നൊരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ പിന്നെയും പോകും. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ കഴിക്കുന്നത്. അച്ചാറും. ഹായ് ബ്രോ, ഹൗ ആർ യു? Good, bro. Can I sit here? Yeah, no problem. You're off today? No, inventory. Inventory? What's that? Start taking inventory in. Stock Yes. taking. Yes, You're in okay. pharmacy. Yesterday in IT, today in OP. Morning OP store. Usually after counting all the medicine in the morning, we can go home. After. Then we need to go back evening. After, I think 9:30, 9, 10, something like that. Oh.